ടെൻഷൻ കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടാകുമോ? നമ്മൾക്കൊരു സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു സ്ട്രെസ് റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ കാലം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഹൈ ഇൻറ്റൻസിറ്റി സ്ട്രെസ് ഉള്ള ഒരാൾക്ക് ഈ ഒരു സ്ട്രെസ് റെസ്പോൺസിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റീആക്ടിവേറ്റ് ആവുകയും അത് ഒരു ഡിസ്ഫങ്ഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർട്ടിസോൾ ഡിസ്ഫങ്ഷൻ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ക്രോണിക് ആയിട്ടുള്ള പെയിൻ എന്ന് പറയുന്നത്. ഇത് വരുന്നത് ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ മസിൽ ടെൻഷൻ ഒക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പെയിൻ നമുക്ക് ഉണ്ടാവുന്നത്. പ്രധാനമായിട്ടും ബാക്ക് മസിൽസിനെയും നെക്ക് മസിൽസിനെയുമാണ് ഇത് ബാധിക്കുന്നത്. അതേപോലെ സ്ട്രെസ് കൂടുതൽ കാലം വരുന്ന സമയത്ത് അത് ബ്ലഡ് സർക്കുലേഷനെയും കാര്യമായിട്ട് ബാധിക്കും. അതായത് ബ്ലഡ് വരുന്ന വെസൽസിനെ അത് കൺസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചുരുക്കം വരുത്തുകയും അത് ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. അതും മസിൽസിന് സ്റ്റിഫ്നെസ്സും അതേപോലെ സോർനെസ്സും ഉണ്ടാക്കുന്നുണ്ട്. കുറേ കാലമായിട്ട് ടെൻഷനുള്ള ഒരാൾക്ക് പെയിൻ്റെ ഒരു ടോളറൻസും കുറവായിരിക്കും. അതായത് ചെറിയൊരു പെയിൻ വരുമ്പോഴേക്കും അത് വല്ലാത്ത നമ്മളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പെയിനായിട്ട് മാറുന്നതായും കാണാറുണ്ട്. ആക്ച്വലി ഇതൊരു സൈക്കിളാണ്, ഒരു വിഷ്യസ് സൈക്കിളാണിത്. അതായത് സ്ട്രെസ് ഉള്ള ഒരാൾക്ക് ക്രോണിക് ബാക്ക് പെയിൻ വരികയും ആ ബാക്ക് പെയിൻ പിന്നീട് സ്ട്രെസ് വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യുകയാണ് നമ്മൾക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ബാക്ക് പെയിൻ്റെ അനാറ്റമിക്കൽ റീസൺസിനെ മാത്രം ട്രീറ്റ് ചെയ്യാതെ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് കൂടെ നോക്കി അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ബാക്ക് പെയിൻ വരാതിരിക്കാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്ട്രെസ്സേഴ്സ്, അതായത് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാരണങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾക്ക് കുറച്ചൊരു റിലാക്സിങ് ടൈം അല്ലെങ്കിൽ ഒരു മീ ടൈം പോലെ കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ബാലൻസിങ് ഡയറ്റ് ഫോളോ ചെയ്യുക. അതേപോലെ കൃത്യമായിട്ട് എക്സസൈസ് ഫോളോ ചെയ്യുക. ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു സ്ട്രെസ് റിലേറ്റഡ് ബാക്ക് പെയിൻ അല്ലെങ്കിൽ നെക്ക് പെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും.